So hello guys, welcome back to a brand. Oi, ഇപ്പം മൈൻഡ് ചെയ്യാൻ തുടങ്ങാതെ. Welcome back. Hello to a brand new Minecraft series. ന്യൂവൻ ലാഗ് ആകുക. മാർക്ക് എന്ത് ചെയ്യും? ഓ പെർഫെക്റ്റ്. ഓക്കെ, സോ ഈ ഹാർഡ് കോർ സി 3 പേരുണ്ടായിരിക്കും. നിൽക്കുക ബട്ട് ഓക്കെ. Yay, Muru. എന്ത് ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതുണ്ടാക്കാം. വോയിസ് ചാറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതൊരു ആംപ്ലിഫൈഡ് വേൾഡ് ആണ്. വാട്ട് വെയിറ്റ്, ഇപ്പത്തേക്കിന് ഒരു ബെഡ് ഉണ്ടാക്കും പ്ലീസ്. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്ത് ആ മൗണ്ടിന്റെ അവിടെ കുറെ ഞാൻ അയൺ കാണുന്നുണ്ട്. മൗണ്ടിന്റെ അവിടെ ഞാൻ പിന്നെ ഡിസ്കോഡിൽ നിന്ന് പോയോ? ആൻസിന് എവിടെയാ? ഇല്ല ഓക്കെ, ആൻസിന് എവിടെയാ? ഞാൻ ഇവിടെ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കുക. എവിടെയാ? ഇവിടെ മാർക്ക് ഇപ്പൊ എന്നെ കണ്ടതേ ഉള്ളൂ. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. എവിടെയാ ഇപ്പൊ ഇവിടെ മാർക്ക് ഞാൻ കണ്ടതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് കുറച്ച് വുഡ് വെട്ടാം. ഓക്കെ, ഞാൻ അയൺ കണ്ടു അവിടെ. യെസ്, അതാ ഞാൻ പറഞ്ഞേ. ഓക്കെ, എനിക്കെന്താ ഓടാൻ പറ്റാത്ത? ഏയ് മാർക്ക്, ഞാൻ ഇവിടെ ഇത്ര അയണുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പിക്കാക്സ് എറിഞ്ഞു. ഞാൻ വിചാരിച്ചു കുറച്ചെണ്ണേ കാണത്തുള്ളൂ, ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. എനിക്കറിയത്തില്ല, ഇന്റർനെറ്റ് പോയി കാണും. ഇന്റർനെറ്റ് പോയി കാണും. ഗൈസ്, 3 മെമ്പേഴ്സ് ഉണ്ട്. ഒരു മെമ്പർ ഇപ്പൊ ലെഫ്റ്റ് ആയതേ ഉള്ളൂ, നിങ്ങൾ കണ്ടല്ലോ. അതാണ് എക്സ്ട്രീം ഡ്രാഗൺ വൈറ്റ്. എന്താന്ന് എനിക്കറിയത്തില്ല, ഇന്റർനെറ്റ് പോയി കാണും. മാർക്കിന് എന്ത് തോന്നുന്നു, ഈ വേൾഡ് നമ്മൾ എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്യുന്നിടം വരെ സർവൈവ് ചെയ്യുമോ? ബെഡ് ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യും, ബെഡ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യും. എനിക്ക് തോന്നുന്നു ബെഡ് ഉണ്ടെങ്കിലും നമ്മൾ ചാവും. ഇപ്പൊ തന്നെ മാർക്ക് ഫോൾ ഡാമേജ് എടുത്തു. എനിക്ക് തോന്നുന്നില്ല നമ്മൾ അത്രയും ചാകരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താഴെയാണോ? താഴെയല്ല, അങ്ങനെ പേടിയാണോ? ഞാൻ ആ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, കാരണം എനിക്ക് എക്സ്പ്ലെയിൻ ആക്കാൻ പറ്റിയില്ല. അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാം. ഞാൻ അവിടെ വീടുണ്ടാക്കാം. അങ്ങോട്ട് പോകാൻ കുറച്ച് റിസ്കിയാ, പക്ഷേ ഞാനിപ്പോ 230 ഗൈസ്, ഇതുണ്ടോ ഈ ആംപ്ലിഫൈഡ് വേൾഡിന്റെ ഇതാണ്. അതായത് നോർമലി ജനറേറ്റ് ആയ ഒരു സ്ഥലമായത്. ഞാൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അയച്ചു തരാം. ഞാൻ വാട്ടർ ബക്കറ്റ് ഇടാം എത്തുമ്പോഴത്തേക്ക്. അവിടെ ഇവിടെ വീട് പണിത വ്യൂ നല്ലതായിരിക്കും. എന്റെ റെൻഡർ ഡിസ്റ്റൻസ് അത് സെർവറാ. ഇവിടെ നമുക്ക് ആംപ്ലിഫൈഡ് എന്തായാലും ഫോഗിയാ. ഓക്കെ, ഞാൻ തന്നെ വീട് പണിയുന്ന ഇത് തുടങ്ങുക. കണ്ടോ? ഓക്കെ, കുറച്ച് വുഡ് വെട്ടാ ആദ്യം.
ജയ്സു, വെള്ളം എനിക്ക് 25 ആയതുണ്ട്. അത്രയും പോരാ. ഒക്കെ ഈ ടെക്സ്റ്റേഴ്സ് ഉണ്ട് ഇങ്ങനെ ജയ്സു രാത്രിയും ആകുവാണ്. എന്താന്ന് വെച്ചാൽ സോഡ് രാത്രിയാകുമ്പോ നമ്മൾ ലീവ് ചെയ്യും. ഞാൻ PvP ടെക്സ്റ്റർ പാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എനിക്കിപ്പോ ജയ്സു സ്പീഡ് റീഡ് അതുകൊണ്ട് ജയ്സു സ്പീഡ് റീഡ് ചെയ്യുക. ചത്തതാ അത് ഓർത്താണ്. ഉറങ്ങ് അല്ലേ ലെഫ്റ്റ് ആവ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡേ 2 സർവൈവ് ചെയ്തിരിക്കുന്നു. ഇത് ഡേ 2 അല്ലേ? 58 രണ്ടു വട്ടം ഞാൻ ഉറങ്ങി എന്ന് വെച്ചാൽ ഇത് ഡേ 2 ആ. ഡേയ്സ് എണ്ണിക്കുവാണേ. ഞാൻ അത് വീഡിയോയിൽ എഴുതി. ഇതായിരിക്കുന്നു. ഇതായിരുന്നു ഒഫീഷ്യൽ ഐലൻഡ്. ഹലോ ഇവിടെ കാണാവോ മേളി കാണാവോ ആ മേളത്തെ ഐലൻഡിലോട്ട് അടി എവിടെ ആയാലും നമ്മുടെ മാർക്ക് അയൺ ടൂൾസ് ഉണ്ടാക്കിയേ. നിക്ക് അത് പറഞ്ഞപ്പോ ഞാൻ അയൺ സ്മെൽറ്റ്. ഓക്കെ, ഇതെന്റെ കസിൻസ് ആണ്. ഈ എക്സ്ട്രീം ഡ്രാഗൺ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, എക്സ്ട്രീം ഡ്രാഗന്റെ ഫേസ് റീൽ ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുവാണെങ്കിൽ ഓക്കെ ഗൈസ്, എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് കിട്ടുവാണെങ്കിൽ ഞാൻ എക്സ്ട്രീം ഡ്രാഗന്റെ ഫേസ് റിവീൽ ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് 100 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫേസ് കാണാം. നിങ്ങൾ എവിടാ? വിചിത്രമായ ഐഡിയ. നിങ്ങൾ അവിടെ വരുമോ? ഞാൻ ചത്തന്ന് ചത്തെങ്കിൽ പിന്നെ പക്ഷെ ഞാൻ ഈ വീഡിയോ എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഒന്നുകൂടെ. ചത്തേന്നും പറഞ്ഞു മാർക്കിനെ ആങ്കർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എനിക്ക് പേടിയാണ്. പിക്കാക്സ് പോലും ഉണ്ടാക്കി. ഞാൻ എന്തിനാ ആർമർ ഉണ്ടാക്കി? എനിക്ക് ആക്സ് കാണുമ്പോ തന്നെ ഹാർഡ് കോർ വേൾഡ്. ഇവന്റെ വാട്ടർ ബക്കറ്റ് ഉണ്ടോ? അല്ല, എന്ന് വെച്ചാൽ വെള്ളം വേണം എനിക്ക്. ബക്കറ്റ് പോരാ, എനിക്ക് 3 ആയതുണ്ട്. ഫുഡ് ഉണ്ടോ? ഫുഡ് എന്റെ 2 ഇതുണ്ട്. ഇനി ഫാം പിന്നെ നിങ്ങൾക്ക് ഈ കഴിക്കുന്ന വെച്ചെങ്കിൽ വെച്ച് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം അത് ഡിസ്കസ്റ്റിംഗ് ആ. ഈ ടെക്സ്റ്റർ പാക്കിൽ അങ്ങനെയാണ്. ഓക്കെ, വെള്ളം എടുക്കാം. ഞാൻ PvP ടെക്സ്റ്റർ പാക്ക് ഡോൾബിയുടെ
ഓ ന്യൂവനും നീ വുഡ് വാങ്ങിച്ചു എന്നിട്ട് ഇത് വെക്ക്. നിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? ഓക്കെ ഉണ്ട്. എനിക്ക് 2 ബെഡ് ഉണ്ടാക്കാൻ ഉള്ളതുണ്ട്. ഫിക്സ് ആയി. അത് നല്ല കാര്യമാണ്. മാർക്ക് ഇന്ന് ഒരു ബെഡ് എടുക്ക്. ഓ യെസ്, നിങ്ങൾക്ക് ബെഡ് കിട്ടിയോ? എന്റെ 2 പേർക്കും ബെഡ് ഉണ്ട് മേടിക്കാൻ. ഞാൻ റീഫോം സെറ്റ് ചെയ്യോ? യൂസ് ഇല്ലെന്ന് എനിക്കറിയാം, എന്നാലും സെറ്റ് ചെയ്യുക. ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ? ജസ്റ്റ് സേഫ്റ്റി. നിക്കിതെന്താ ഇങ്ങനെ ബെഡ് വെച്ചേക്കുന്നേ? ബെഡ് വെക്കുമ്പോ ഞാൻ റീഫോം സെറ്റ് ചെയ്താ പറ്റുന്ന വൈ ആയിട്ട് വെക്കണം, നല്ലായിട്ട്. മാർക്ക് ഉടനെ എന്റെ ബെഡ് മാർക്ക് ഉടനെ ഞാനിവിടെ കുടുങ്ങിപ്പോയി. ഞാൻ എങ്ങനെ മേളിലോട്ട് വരും? കേട്ടിട്ടുണ്ടോ? ഓ മാർക്കിനെ പുഷ് ചെയ്ത് ഇപ്പൊ താഴെ ഇട്ടേ. എപ്പോഴും പുഷ് ചെയ്യും, എന്നെയും പുഷ് ചെയ്തായിരുന്നു. ഇവിടെ വെക്കണ്ട, ബെഡ് നടുക്ക് തന്നെ വെക്കാം. എന്നിട്ട് ഡൈ ഉണ്ടോ? നമ്മൾ വാൾസ് ഒക്കെ ഭിത്തിയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിൽ കൊണ്ട് വെക്കാം. ഞാൻ ബെഡ് ML ചെയ്യാൻ നോക്കിയതാ. മാർക്ക് അങ്ങോട്ട് സ്റ്റാർട്ടിങ് തന്നെ ഷീൽഡ് ഉണ്ടാക്കുക. അല്ല ഷീൽഡ് അല്ല, സബ്സ്ട്രേറ്റ് ഉണ്ടാക്കി. ഒത്തിരി സ്കേറിയായി ആംപ്ലിഫൈഡ് വേർഡിലെ ഹാർഡ് കോർ ലൈഫ്. സത്യം എപ്പോ വേണമെങ്കിൽ ഇത് ഡൈ നൗ ഓർ ലേറ്റർ. ഓക്കെ എന്നെ ഇല്ലെങ്കിൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് വരും. എന്നിട്ട് മാർക്കിന് അടുത്തോട്ടും കളിക്കാനും പറ്റില്ല. ഇതുവരെയുള്ള റെക്കോർഡിങ് കറക്റ്റഡ് ആയോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അറിയാതെ മൈൻക്രാഫ്റ്റ് ക്ലോസ് ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡ് കറക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഭാഗം, എനിക്ക് ബട്ടർഫ്ലൈ ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കറക്റ്റഡ് ആയെങ്കിൽ ഞാൻ ഈ ഭാഗം കാണിക്കാം കട്ട് ചെയ്യാതെ. എന്തായാലും എന്താണെന്ന് വെച്ചാൽ ഞാനിത് കുറച്ച് ഭാഗം അറിയാതെ കറക്റ്റഡ് ആയിപ്പോയി. കറക്റ്റഡ് ആയോന്ന് എനിക്കറിയത്തില്ല. റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അല്ല, എന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്തു അറിയാതെ. ഞാൻ മൈൻക്രാഫ്റ്റിലോട്ട് പോയി. എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിൽ നിന്ന് റെക്കോർഡിലോട്ട് പോയി. അപ്പം ഇത് ഇൻവാലിഡ് എറർ എന്നൊക്കെ പറഞ്ഞ്, ഇൻവാലിഡ് എറർ അല്ല, എറർ ഇൻവാലിഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. ഇതിപ്പോ പൊട്ടിക്കരുത്. 1 ഇത് ഞാൻ ലാസ്റ്റ് 5 കൂടെ കമ്പൈൻ ചെയ്യാൻ പോയത്. 1 2 3 4 യെസ്, ഇവിടെയാ വേണ്ടേ. ഓക്കെ, ഇത്രയും വലിയ ഫാമാണ്, പക്ഷെ ഒരു സീഡേ ഉള്ളൂ. രാത്രിയാകുവാണേ. പക്ഷെ ഇപ്പത്തെ നല്ലാരും ആരും ലെഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഉറങ്ങ് വേഗം 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 വേഗം. നിങ്ങൾ ഉറങ്ങ, ഞാൻ തിരിച്ചു വരാം. മാർക്ക് ഉറങ്ങ്. അല്ല ഇപ്പൊ അപേക്ഷിക്കോ ഉറങ്ങ്. ഓക്കെ ഓക്കെ യെസ് GG. നമ്മൾ ഡേ 3 അങ്ങനെ സർവൈവ് ചെയ്തിരിക്കുന്നു. സ്പാം ചെയ്ത കിക്ക് ഡൗൺ. ഗൈസ് അങ്ങനെ നമ്മൾ ഡേ 3 സക്സസ്ഫുള്ളി സർവൈവ് ചെയ്തിരിക്കുന്നു. ഇത് 100 ഡേയ്സിന്റെ സീരീസ് ആയിട്ട് ഇടണോ അതോ ഇങ്ങനെ തന്നെ ഇടണോ? നോർമൽ ഡേ സീരീസ് ആയിട്ട് ഇടണം. ഇപ്പത്തേക്ക് നമുക്ക് ഒരു 5 ഡേയ്സ് വരെ സർവൈവ് ചെയ്യാം. സത്യം എനിക്ക് ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. എനിക്കും കൂടെ ആണെന്നുണ്ടാക്കാൻ ആവുന്നുണ്ടോ? എന്നാ എനിക്കും കൂടെ ആണെന്നുണ്ടാക്കി വെക്കെ. ഞാൻ ഫുഡ് ഉണ്ടാക്കും ഇവിടെ. ഫുഡ് ഉണ്ടാക്കുവോ? യെസ്, എന്ന് വെച്ചാൽ ഫുഡ് നടുവാ. 1 2 3 4 ഇവിടെ. ഓക്കെ കറക്റ്റ്. എനിക്ക് 4 എണ്ണം കൂടെ മതി. എനിക്കിപ്പോ അങ്ങോട്ട് ചാടി MLG ചെയ്യാൻ തോന്നുന്നു. പക്ഷെ
എനിക്കും തോന്നിയായിരുന്നു. ബ്ലാസ്റ്റ് ഫേർണസ് ഉണ്ടാക്കുവാണ്. ഞാൻ ചാകും, അത് ഉറപ്പാ. അതിന് സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് വേണ്ടേ? ഓക്കെ സോ നമ്മൾ ഫൈനലി ഒരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും ഭാഗം ഞാൻ പോസ് ചെയ്ത് കട്ട് ചെയ്യാൻ പോകും, അതുകൊണ്ടാണ് മിസ്റ്റർ പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്മൂത്ത് സ്റ്റോൺ ഉണ്ടാക്കാൻ പോകുന്നത്. ക്ലിയറായിട്ടായിട്ട് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ എനിക്ക് എപ്പോഴും ക്ലിയറായിട്ട് തോന്നുന്നു അങ്ങനെ ചെയ്യുമ്പോ. ഓക്കെ, ഞാൻ അങ്ങനെ പറയാത്തവരില്ല, ആയിട്ട് കട്ട് ചെയ്യുന്ന മാത്രം. മാകണ്ട സ്റ്റോൺ വെച്ചേ. എനിക്ക് സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് വേണം. അതിപ്പോ അല്ല, നിക്ക് ആയം തിരിച്ചു വെക്ക്. ഒക്കെ എന്തിനാ? എനിക്ക് ഒരു ലെഗിൻസ് കൂടെ കിട്ടി കഴിഞ്ഞിട്ട് മതി. എനിക്ക് കുറച്ച് ആർമറും കൂടെ വേണേ. മാകനെ തള്ളായിരിക്കും. ഞാൻ വൈ എന്ന് വെച്ചാൽ യൂട്യൂബേഴ്സിനോട് കളിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും തോന്നുന്നു. എനിക്ക് എൻ്റെ ബെഡ് എന്ത് ചെയ്യേ? ആൻസൺ ഡിസ്കോഡിലൊന്ന് മ്യൂട്ട് എങ്കിലും പറ. ആൻസന്റെ ബെഡ് താഴെയാ. ആ ഞാൻ താഴെ കാണുന്നില്ല. മാർക്ക് എൻ്റെ ബെഡാണ് വെച്ചാൽ പിന്നല്ലാതെ അത് താഴോട്ട് ML ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന. ഗൈസ് നിക്ക് ഉറങ്ങ്, എനിക്ക് ഉറങ്ങ് വേഗം. ആക്സസ് ഇടിക്കില്ല. ഇടിക്കുവാണെങ്കിൽ ആയി വെച്ചിരിക്കണം. മാർക്ക് ഉറങ്ങല്ലേ, മോക്സ് വരും ഇപ്പൊ ഇങ്ങോട്ട്. ഇവിടെ ടോർച്ച് പോലും നമ്മൾ വെച്ചിട്ടില്ല. മാർക്ക് ഉറങ്ങ് വേഗം. ഓക്കെ, ഞാൻ എന്റെ ബെഡ് പൊട്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടാബ്ലറ്റ് ആവുമ്പോ നമ്മൾ ഉറക്കം മാറുമോ? ഇടിക്കാതെ. എന്റെ ആർമർ പോലും ഇല്ല. അയൺ ഉണ്ടോ ഇനി? അയൺ മാറ്റിയിട്ട് അങ്ങോട്ട് സ്മൂത്ത് സ്റ്റോൺ വെച്ചു. മാർക്ക് കുറച്ച് അയൺ ഉണ്ടോ? സ്മെൽറ്റ് ചെയ്തിട്ടുള്ള അയൺ ഉണ്ടോ? ഓ ഇവരെ ഫുഡ് എല്ലാം ലൂട്ട് ചെയ്തു. ഓ കോളുണ്ട് ഇതിന്റെ അകത്ത്. നമുക്ക് ഇവിടെ വാൾസ് ഉണ്ടാക്കണം. നിക്ക് ഡേർട്ട് ഈ സ്ഥലം കുറച്ചുകൂടെ ക്ലിയർ ഔട്ട് ചെയ്യാം. ഓ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വാൾസ് ഉണ്ടാക്കണ്ടേ. ഓക്കെ ഗൈസ്, സോ നമ്മൾ ഫൈനലി ഡേ 4 സർവൈവ് ചെയ്തിരിക്കുന്നു. എനിക്കറിയത്തില്ല നമുക്ക് വോയിഡ് ഇടല്ലേ. ഓക്കെ ഞാൻ ടാമ്പ് ഔട്ട് ചെയ്യുക. വെയിറ്റ് ചെയ്യാം. സ്ക്രീൻ ലിറ്ററലി ബ്ലാക്ക്. ബ്ലാസ്റ്റ് ഫേർണസ് എങ്ങനെയുണ്ടോ? ഞാൻ ഉണ്ടാക്കിക്കോളാം. സ്ക്രീൻ ബ്ലാക്ക്. നമുക്ക് ഈ പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ വലുതാക്കണം. വലുതാക്കിയിട്ട് കാണാം. ഞാൻ ഡിസ്കൗണ്ടഡ് ആയി. ഓക്കെ അവിടെ എന്താ ഡേർട്ട് പൊട്ടിക്കില്ല, അത് വെക്കുന്ന പാർട്ടിക്ക്. ഓക്കെ 68 ഡേർട്ടും കൂടി. മാർക്ക് കൈ കൊണ്ടാണ് ഡേർട്ട് പൊട്ടിക്കുന്നത്. സ്റ്റോൺ ഉണ്ടോ? ഞാൻ സ്റ്റോൺ ഷവൽ ഉണ്ടാക്കാൻ പോവാന്ന്, പക്ഷെ എന്റെ സ്റ്റോൺ ഇല്ല. ഓ ഇവിടെ ഒരു സ്റ്റോൺ. അയൺ ഷാൽ ഉണ്ടാക്കില്ലേ? അയൺ ഷവൽ യൂസ്ലെസ്സാ. ഇതുണ്ടാക്കാം ഞാൻ. അയൺ ഷവൽ അല്ല, പിന്നെ ഏത് ഷവൽ വേണമെങ്കിലും. അയൺ ഷവലും ഡയമണ്ട് ഷവലും നെവൈ ഷവലും അല്ലാതെ ഏതോ ഷവൽ വേണമെങ്കിലും ഉണ്ടായിട്ടോ. നെവൈ ഷാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് യൂസ്ലെസ്സാ. ഇനി എനിക്ക് മാർക്ക് ഫാംലാൻഡ് ഒന്ന് കളയാതിരിക്കാമോ? ലെഗിൻസും കൂടെ മതി. അതെ, മാർക്ക് ഫാംലാൻഡ് കളഞ്ഞോണ്ടിരിക്കാമേ. നിക്ക് ഞാൻ 3 പേരുടെയും ബെഡിന്റെ കളറ് മാറ്റാം. എന്ന് വെച്ചാ ബെഡ് എന്റെ റെഡ് ബ്ലൂ ആക്കണം. ബ്ലൂ ഇല്ല. ഡേർട്ട്. എന്റെ മജന്ത ബെഡ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് വേറൊരു ഡൈ തപ്പേണ്ടി വരും. റെഡ് ഉണ്ടോ? ആ റെഡ് ഉണ്ട്. ഞാൻ പർപ്പിള് കിട്ടുമെന്ന്. ഈ ഫാം ലാൻഡ് ആരാ എപ്പോഴും കളയുന്നേ? നമ്മുടെ വെള്ളം ഇവിടെ വെക്കും. അതായത് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കാം. ഓ
ഈ സ്ഥലം മുഴുവൻ ക്ലിയർ അപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് നമുക്ക് ഡേർട്ട് വെക്കാം. നിക്ക് നമുക്ക് വാട്ടർ ലോക്ക്ഡ് ആക്കാം. മറ്റേ ഇതുണ്ടാക്കാം. ഇത് നിക്ക് മറ്റേ സ്റ്റോൺ ഇത്. പൊട്ടിക്ക്. കാണാവുന്ന സ്റ്റോൺ പൊട്ടിക്ക്. ഇത് പൊട്ടിക്കണം. ഓക്കെ താഴോട്ട് വെക്കാം. ഫുൾ അങ്ങോട്ട് അകത്തോട്ട് പൊട്ടിക്കണം. ഇവിടെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഡേർട്ട് റീപ്ലേസ് ചെയ്താ. അതെന്തായാലും വീഡിയോ കാണിക്കേണ്ട ഒരു ഭാഗമാ. എന്തോ എന്തുകൊണ്ടാന്ന് അറിയാവോ? ഞാൻ താഴോട്ട് ചാടി, എന്നിട്ട് ഞാൻ ആ വെള്ളത്തിലോട്ട് ഇങ്ങനെ ചാടിയിട്ട് 3 സ്കെലിറ്റൺ അവിടെ വെള്ളത്തിലോട്ട് ഞാൻ ചാടിയിട്ട് ഈ വെള്ളം താഴെ കൂടെ എത്തിയില്ലായിരുന്നു. ഞാൻ താഴെ വീണ് ചത്തേനെ. ഞാൻ ജസ്റ്റ് ഒരു 1 ബ്ലോക്കും കൂടെ മുമ്പ് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വീഡിയോ അയച്ചു തരാം. പിന്നെ ഹെൽപ്പ് ചെയ്യാവോ? ലെഗിങ്സ് ഇല്ല. എനിക്ക് ലെഗിങ്സ് ഇല്ല, എനിക്ക് ഉണ്ടാക്കണം. ഗൈസ് നോക്കി ലാവ എടുക്കാം. എന്നിട്ട് അതെ ഞാൻ പറഞ്ഞ ഗൈസ് നമ്മൾ ഇത് എന്ന് വെച്ചാൽ ഞങ്ങളിത് സ്കൈ ബ്ലോക്ക് പോലെയാ കളിക്കുന്നത്. എനിക്കറിയാതെ വെച്ച് വിയർഡ് ആണെന്ന്. കാരണം ഇത് ഒരു പ്രോബർ വേൾഡാ, പക്ഷേ ഇത് ആംപ്ലിഫൈഡ് വേൾഡാ. അപ്പോഴേ ആ ഐലൻഡ് നമുക്ക് സ്കൈ ബ്ലോക്ക് പോലെ തന്നെ തോന്നത്തുള്ളൂ. ഞാൻ ചത്തേ ഞാൻ താഴെ ഇരുന്ന് തന്നെ സ്മെൽറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാരും ലൂട്ട് ചെയ്യുവായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഹാർഡ് കോർ ആയതുകൊണ്ട് ഞാൻ ബേർച്ചും വെട്ടു, അല്ലാതെ വേറെ വേ ഇല്ല. ഹാർഡ് കോർ ആണ് നമ്മള് ലുക്കല്ല നോക്കണ്ടത്, നമ്മുടെ ജീവിതമാണ് നോക്കണ്ടേ. ജീവിതം ജസ്റ്റ് ചെറിയ മിസ്റ്റേക്ക് മതി, ചാകും. അതുപോലെ ഏറ്റവും വലിയ ഈ വേൾഡിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിൽ ആരേലും മിസ്റ്റേക്ക് ചെയ്താൽ മതി, എല്ലാവരും ചാകും. കാരണം ചാകുന്ന പോലെ തന്നെയാ പുതിയ വേൾഡ് തുടങ്ങേണ്ടി വരും. ഇവിടുത്തെ ഡേർട്ട് പിന്നെയും ആയി മാറി. അവിടുത്തെ ഫാംലാൻഡ് പിന്നെയും ഡേർട്ടായി. അത് ഒത്തിരി അനുഭവം. ഞാനിപ്പോ ലാവ നമുക്ക് സ്റ്റേഴ്സ് ഇതിന് ഒരു ലാഡർ ആക്കാം. ഒത്തിരി വേണ്ട. ഓക്കെ യെസ്, ഞാൻ അത്യാവശ്യം വുഡ് കളക്ട് ചെയ്യുക. ഇതെന്തുവാ? ഓക്കെ അത് ഒത്തിരി വലുതല്ല. ഞാൻ വിചാരിച്ച അല്ല, ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അത് ഒത്തിരി വലിയ ഇതായി തോന്നി. ഈ വീഡിയോ 20 മിനിറ്റ്സിൻ്റെ കാണത്തുള്ളൂ, പക്ഷെ ഇപ്പം തന്നെ അവേഴ്സായി. എനിക്ക് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ തുടങ്ങാൻ പോവാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ തുടങ്ങിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ അങ്ങനെ കറക്റ്റഡ് ആയി കഴിഞ്ഞാൽ മൊത്തവും പോകും. ഇപ്പം ഇത്രേ ഉള്ളതെങ്കിലും കിട്ടട്ടെ. ഇപ്പം ഞാൻ ഒന്നുകൂടെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതൊരു ഈ മേളത്തെ അയൺ ബ്രേക്ക് ഈ നമ്മൾ ഈ ഇതില് വില്ലേജേഴ്സ് ജനറേറ്റ് ആവും. ഞാനത് രൂപം വരുന്നതിന് മുമ്പ് ഞാൻ മാർക്കിനോടും ചോദിച്ച ക്വസ്റ്റ്യന് ജനറേറ്റ് ആവുമോ. ഞാനിന്ന് ജനറേറ്റ് സ്ട്രക്ചേഴ്സ് ഓൺ ആക്കിയാ വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ചാവുക. ഞാൻ പോയിലോട്ട് വരാം. അല്ല ഞാൻ Oh no! No. Okay. ഒരു ചെറിയ കുഴപ്പമുണ്ടാണ് സാർ. ഞാൻ വീന്ന് പറഞ്ഞില്ലേ, ഞാൻ സമയം അറ്റത്ത് അങ്ങോട്ട് ക്രൗച്ചിരിക്കുവായിരുന്നു. എന്റെ ക്രൗച്ച് എന്റെ ഷിഫ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് മാറുന്നു പറഞ്ഞില്ലേ, എന്റെ ഷിഫ്റ്റ് ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറുമെന്ന് പറഞ്ഞു. അത് വെള്ളം വെക്കേ എന്റെ ഷിഫ്റ്റ്
ലെഫ്റ്റ് ആവും ഞാൻ ടിപ്പ് പറയാം ഞാൻ അതിന്റെ അടി വെള്ളം ഫുൾ സ്ക്രീൻ മാറ്റ് കിട്ടിയോ മാർക്ക് ഇനി വെള്ളം ആ കിട്ടിയോ? വെള്ളം കളഞ്ഞ മാർക്ക് ഞാൻ കില്ലേ ഫുൾ സ്ക്രീൻ മാറ്റ് ആദ്യം എന്നിട്ട് മറ്റേ ആ ക്ലിക്ക് ചെയ്യും ഓക്കെ ഓക്കെ അവിടെ നിൽക്ക് ഓക്കെ വെള്ളം കിട്ടിയോ? അവിടെ ഇപ്പൊ പറന്ന് നിൽക്കുവല്ലേ ഹലോ വെള്ളം കിട്ടിയോ? മാർക്ക് ഇനി അത് മാറ്റരുത് താഴെ മോബ്സ് ഉണ്ട് ഇത് ഹാർഡ് കോർ വേൾഡ് സീരിയസ് ആയിട്ട് മാർക്ക് ഇതിന്റെ അടി ബ്ലോക്കും വെള്ളവും വെക്കണേ മാറ്റാതെ ഞാൻ 1 ബ്ലോക്ക് സ്പേസ് ഉള്ള വെള്ളം വെക്കും. മാർക്ക് അപ്പൊ സ്ലോ ആകുന്നു രക്ഷിക്കണേ സീരിയസ് ആയിട്ട് കളിക്ക് ഇത് ഹാർഡ് കോർ വേൾഡാ ആൻസിന് എവിടെയാണ്? ഞാൻ സീരിയസ് ആയിട്ട് ഒരു തമാശ എത്തിച്ചോണ്ടിരുന്നപ്പോ എന്റെ ഷിഫ്റ്റ് വർക്ക് ചെയ്യാതായി എന്നെ രക്ഷിക്കണേ നിക്ക് അവിടെ തന്നെ നിക്ക് ഞാൻ വരാം മാർക്ക് വെള്ളം മാറ്റി ഞാൻ ആക്സ് വെച്ച് ഇടിക്കും 3 2 1 ഡൺ. കില്ലിയോ? കില്ല് ചെയ്യേണ്ടി വരും ഇനിയും വെള്ളം അതെനിക്കറിയാം അത് ഞാൻ തന്നെയാണ് ഓക്കെ ഇനി വെള്ളം ഒരിക്കലും മാറ്റരുത് നമ്മൾ വരുമ്പോ ലൂവൻ എവിടെയാ എനിക്ക് എന്റെ വെള്ളം മാക്കി ലാവ ലാവ വെച്ചോളൂ ഓക്കെ മാക്കത് കളയരുത് ഇപ്പൊ എവിടാ എവിടെയാ വാട്ട് എന്റെ കോർഡിനേറ്റ്സ് ഞാൻ പറയാം ഏത് കോർണറില്ല ഓക്കെ കോർഡിനേറ്റ്സ് പറയാം 232 കോർണർ പറഞ്ഞാൽ മതി 230 കോർണർ പറഞ്ഞാൽ മതി 232 -10 അതാണ് 232 -10 എക്സും സിയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇത് ഒരു വാട്ടർ ബക്കറ്റ് വെള്ളം താഴ്ത്തു വരുന്നുണ്ടോ? -10 എന്ന് പറഞ്ഞ ഈ സൈഡ് ഓ ഞാൻ എവിടെ കണ്ടെന്ന് നിൽക്കുന്നത് എപ്പോഴും ഇവിടാണോ ഈ സ്റ്റേഴ്സിന്റെ ഇവിടാണോ ഞാൻ ക്ലൗച്ച് ചെയ്തേ ആ നിക്ക് എവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല 232 166 -10 ഓ 166 വരെ എത്തിയോ ആ ഓ ഈ വെള്ളം വേണോ? ഈ വെള്ളം വേണോ? മിനിറ്റ് കൊണ്ടിരിക്കുമ്പോ ഞാൻ ചാകാൻ പോവാ ഞാൻ ആകാശത്ത് പറന്നിരിക്കാമാ